വർഷങ്ങളായി വേട്ടയാടിക്കൊണ്ടിരുന്ന ആ സത്യം. ഞാനും വിശാലേട്ടനും ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. വളർന്നപ്പോൾ ആ സൗഹൃദം ഒരു പ്രണയമായി മാറി. ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളില്ലാതെ രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടെ ഞങ്ങളുടെ വിവാഹ തീയതി തീരുമാനിച്ചതോടെ പിന്നെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കപ്പെടുകയായിരുന്നു. വിവാഹ തീയതി അടുത്തു വരുമ്പോൾ വിവാഹത്തിന് മുൻപ് തന്നെ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി. എന്നാൽ വിധി ഞങ്ങൾക്ക് വേണ്ടി കാത്തുവച്ചിരുന്നത് മറ്റൊന്നായിരുന്നു. വിവാഹത്തിനുള്ള വസ്ത്രങ്ങളെടുത്ത് എന്നെ വീട്ടിലാക്കി മടങ്ങിയ വിശാലേട്ടൻ, അത് വിശാലേട്ടന്റെ അവസാന യാത്രയായിരുന്നു. ഒരു മോട്ടോർ ആക്സിഡന്റിൽ വിശാലേട്ടൻ മരണപ്പെട്ടു. അതിനുശേഷം വീട്ടുകാർ വളരെ നിർബന്ധിച്ചിട്ടും എന്റെ വയറ്റിൽ വളർന്ന വിശാലേട്ടന്റെ ഓർമ്മകളെ നശിപ്പിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഗർഭിണിയായ എനിക്ക് പിന്നെ ഒന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല, ഒന്നും ഓർമ്മിക്കാൻ കഴിഞ്ഞില്ല. അപമാനം സഹിച്ചു കഴിയാതെ വീട് വിട്ടിറങ്ങിയ ഞാൻ ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ കുറച്ചു കാലം കഴിഞ്ഞു. അവിടെ വെച്ച് പ്രസവിച്ച എനിക്ക് എന്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വന്നു. നിനക്ക് ഇത് കുറച്ച് നേരത്തെ എന്നോട് പറഞ്ഞുകൂടായിരുന്നു. നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കും. ഇനി നമുക്കവനെ നമ്മുടെ മകനായിട്ട് തന്നെ വളർത്താം. ചേട്ടാ, ഇവിടൊക്കെ ഒരു പ്രാന്തം കറങ്ങി കിടക്കുന്ന ഒരാളിനെ അറിയാം? അത് ചെല്ലയ്യ. ഇവിടെ നിന്ന് നേരെ ചെന്നിട്ട് വലതുവശത്തൊരു കാവുണ്ട്. കാവിന്റെ ഇടതുവശത്തൂടെ താഴോട്ട് ഇറങ്ങുന്നത് അദ്ദേഹത്തിന്റെ വീടാണ്. ആ ശരി. ഇവിടെ അടുത്തൊരു പ്രാന്തൻ ചെല്ലയ്യ എന്ന് പറഞ്ഞ ഒരാളിനെ അറിയാം? ഇവിടെ അടുത്തൊരു കാവുണ്ട്, ആ കാവിന്റെ അടുത്തോട്ട് ചെന്നാൽ മതി.